അത് പിന്നെ അന്ന് അപ്പം പറഞ്ഞത് ശരിയാ. രാവിലെ എണീറ്റ് പല്ല് തേക്കാൻ ബ്രഷ് എടുക്കുമ്പോൾ മുതൽ തലയിൽ തേക്കുന്ന ഷാമ്പു വരെ, എന്തിന് ഈ പുട്ടുപൊടി വരെ പരസ്യക്കാർ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. അപ്പം അപ്പം പറഞ്ഞത് ശരിയാന്ന് എനിക്കും തോന്നി. ഇനി ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പ്രൊഫഷനൊക്കെ, പക്ഷേ ചെറുക്കൻ ആരാണെന്ന് അറിഞ്ഞാ നീ സമ്മതിക്കുമെന്ന സംശയം. ലവനെ ഒരു എല്ലു കൂടുതലാ. നിങ്ങൾ കാര്യം പറ മനുഷ്യ. അതാരാ? ഓ, നമ്മുടെ ജോണിന്റെ മകൻ ഈശോ. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവന്റെ പേര് കേട്ടപ്പോഴേ അവക്ക് ഓക്കാനിക്കാൻ വന്നു. എന്റെ കൊച്ച്. ഇനിയിപ്പോ ഞാൻ എതിർത്തിട്ട് വേണ്ടെന്ന് വെക്കണ്ട. ഈശോ എങ്കിൽ ഈശോ. പക്ഷെ ഒരു കണ്ടീഷൻ. എനിക്ക് പെട്ടെന്നൊന്നും കല്യാണം വേണ്ട. ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് മതി. 1-2 ആഴ്ചയോ? മതി. എല്ലാം ഈശോയുടെ ഒരു പ്ലാനാ. അല്ല, കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ കൊച്ച ഇപ്പൊ പറയുന്നു 2 ആഴ്ച കഴിഞ്ഞ് മതിയെന്ന്. എല്ലാം ഈശോയുടെ ഒരു പ്ലാൻ. അപ്പോ എങ്ങനെയാണ് ഇനി മറ്റു കാര്യങ്ങള്? അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ഡേറ്റ് നമ്മൾ തീരുമാനിക്കുന്നു, കല്യാണം അങ്ങ് നടത്തുന്നു. എത്രയും പെട്ടെന്ന് വെച്ചാ എന്ന് വെച്ചാ അടുത്ത ആഴ്ച.